നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഒരു പ്രേതബാധയെക്കുറിച്ച് തന്നെയാണ്. അതായത് ഒരു ദ്രോഹം, ഒരാളൊരു കൂടപത്രം ചെയ്തത് കാരണം ഒരു കുടുംബത്തിൽ ഉള്ള വ്യക്തികൾ മറ്റൊരു കുടുംബത്തിൽ ഉള്ള ഒരു വ്യക്തിയെ ദ്രോഹിച്ചത് കാരണം അവർക്ക് വന്നു പോയിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. ഞാൻ ഇത് പറയാൻ കാരണം ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങളെക്കുറിച്ച്. പക്ഷെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഇത് ചെയ്യുന്നവരും ഇത് അനുഭവിക്കുന്നവരും. കാരണം ഇങ്ങനെയൊന്നും ആരോടും ചെയ്യാൻ പാടില്ല. അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 നിബന്ധനകൾ ഉണ്ടായിരിക്കും. അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. എൻ്റെ അടുത്ത് ഒരു സ്ത്രീയുടെ ഒരു വിഷയമായിട്ടാണ് അവരുടെ വീട്ടുകാർ വരുന്നത്. അവർക്ക് ഉണ്ടായിപ്പോയൊരു വിഷയം, മുൻപ് അവർ താമസിക്കുന്ന ഒരു ഭൂമിയിലെ ദോഷമാണ്. ശത്രുദോഷമെന്ന് തന്നെ പറയാം. ഒരാൾക്ക് വേണ്ടി ചെയ്യുന്നത്. അതായത് നമ്മളൊരു ഗുണ്ടയെ വിട്ട്, നമുക്കൊരാളോട് ഒരു വിരോധം തോന്നി ഗുണ്ടയെ വിട്ട് അടുപ്പിക്കുക എന്ന് പറയും. അത് തെറ്റാണ്, നിയമപരമായിട്ട് തെറ്റാണ്. പോലീസ് അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നമ്മൾ പ്രേരണ കുറ്റം. അത് അടിച്ചത് ഗുണ്ടയാണെങ്കിൽ തന്നെ നമ്മൾ പ്രേരിപ്പിച്ച കാരണം നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകും. അത് സാധാരണഗതിയിൽ നടക്കുന്നതാണ് എല്ലായിടത്തും. അങ്ങനെ ഒരു വ്യക്തിയെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാൻ പറ്റാത്തവരാണ് ഇതുപോലുള്ള ചില ഈ കൂടപത്രം അല്ലെങ്കിൽ ചില ശത്രുദോഷങ്ങൾ, ബാധകളെ കൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ. അതായത് ഇതുപോലുള്ള നെഗറ്റീവ് പവറുകളെ മറ്റുള്ളവരിലേക്ക് കയറ്റി വിടുക. അപ്പൊ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അനുഭവങ്ങൾ കൊണ്ടുണ്ട്. അങ്ങനെയുള്ളൊരു സംഭവ കഥയാണ് പറയുന്നത്. പരസ്പരം വിരോധം തോന്നിപ്പോയ 2 പേര്. അതിന്റെ കാരണമൊന്നും ഇവിടെ ഞാൻ പറയുന്നില്ല. പക്ഷെ അത് കാരണം ഒരു കുടുംബത്തിലെ ഒരു ഗൃഹനാഥയോട് വിരോധം തോന്നിയിട്ട് അവരിലേക്ക് ഒരു ദോഷത്തെ കയറ്റിവിടുന്നു. ആ ദോഷം കയറിയ വീട്ടിലെ ആൾക്കാരാണ്, ദോഷം കയറിപ്പോയ വീട്ടിലെ ആൾക്കാരാണ് എന്നെ കാണാൻ വരുന്നത്. ഒന്ന് പറഞ്ഞാല്, ഞാൻ അതിനെക്കുറിച്ച് അധികം വിശദീകരിച്ചൊന്നും പറയുന്നില്ല. നമ്മളിത് ജീവിതത്തിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അത്രയേ ഉള്ളൂ. ഇതിനെക്കൊന്ന് മനസ്സിലാക്കിയിരിക്കുക, ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. കയറിയതിന് ശേഷം ഈ സ്ത്രീക്കുണ്ടാകുന്ന അനുഭവങ്ങൾ എന്ന് വെച്ചാൽ വളരെ വിചിത്രമാണ്. അതായത് പിന്നെ കുളിക്കില്ല, ശരിക്കും ആഹാരം കഴിക്കില്ല, സ്വന്തം 2 മക്കൾ ഉണ്ട്. ഈ മക്കളെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കില്ല, എല്ലാവരോടും വെറുപ്പാണ്, എല്ലാവരെയും പള്ളു പറയും, വളരെ മോശമായി സംസാരിക്കും, ഉപദ്രവിക്കും, എപ്പോഴും മൂകമായിരിക്കും, ആരും വീട്ടിലേക്ക് വരാൻ പാടില്ല. കാരണം ഈ ആൾക്കാരെല്ലാം വരുന്നത് സ്വന്തം കുട്ടികളെ, സ്വന്തം സന്തതികളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ പറയുന്നത്, എൻ്റെ അടുത്ത് വന്നിരുന്നു, അവർ പറയുന്നത് ഒരാള് വരും, വലിയ വാളും കൊണ്ടുവന്നിട്ട് എൻ്റെ കുട്ടികളെ കൊല്ലണം. അയാൾക്ക് വളരെ സീരിയസ് ആയിട്ട് അവർ പറയുകയാണ്, എൻ്റെ കുട്ടികളെ കൊല്ലണം, അതിന് വേണ്ടിയിട്ട് വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഇവരെന്താ വെച്ചാൽ ഇവർ വെട്ടോത്തി എടുത്തുകൊണ്ട് അയാളെ ഓട്ടിക്കും. അപ്പൊ ഈ കണ്ടു നിൽക്കുന്ന നാട്ടുകാരും മറ്റുള്ളവരും നോക്കുമ്പോൾ ഇവരിങ്ങനെ ഒരു വെട്ടോത്തി കൊണ്ട് അലറി വിളിച്ചു റോഡിൽ കൂടി ഇങ്ങനെ ഓടുന്നതാണ്, അല്ലെങ്കിൽ പുരയിടത്തിൽ കൂടി ഓടുന്നതാണ്, ഇതിനെ കൊല്ലൂടാന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇവരാരെയാണ് കൊല്ലാൻ പോകുന്നത് എന്ന് ഈ കണ്ടു നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റുന്നില്ല. ചിലവർ ചിരിക്കും, ചിലവർ സഹതാപത്തോടു കൂടി നോക്കും. ഇത് അവർക്കെല്ലാം ബുദ്ധിമുട്ടായി. അപ്പൊ അവരിങ്ങനെ അന്ന് ഇവര് മൂകമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന, കുളിക്കാൻ പോലും പോകില്ല. അതായത് എപ്പോഴാണ് യവൻ എൻ്റെ കുട്ടികളെ വെട്ടി ഉപദ്രവിക്കാൻ വരുന്നത്, അതുകൊണ്ട് എപ്പോഴും പിച്ചാത്തിയും പൈപ്പ് കഷ്ണങ്ങളും ഒക്കെ അവിടെ വെച്ചേക്കും. പെട്ടെന്ന് ഇവര് നോക്കുമ്പോൾ അയാൾ വരുന്നു, ഇതെടുക്കുന്നു, അയാളെ ഓട്ടിക്കുന്നു. ഈ ഒരു സാഹചര്യമായി. പക്ഷെ ഇവര് മാത്രമേ കാണുന്നുള്ളൂ ഈ ഒരാള് വരുന്നത്. അതാണ് ഒരു ദോഷം ഇവർക്കുണ്ടായെന്ന് പറഞ്ഞത്. അതിന് അവസരം ഭ്രാന്താണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഡോക്ടറിൻ്റെ അടുത്തോണ്ട് പോകുന്നു. ഡോക്ടർ നോക്കിയിട്ട് അവർക്കൊരു പ്രശ്നങ്ങളില്ല. ഡോക്ടർ അവരോട് സംസാരിക്കുന്നു. ഈ ഒരു കാര്യമല്ല വേറൊരു കാര്യം ഇവർക്ക് പറയാനുമില്ല. പക്ഷെ ചികിത്സ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ എന്ത് മരുന്ന് കൊടുക്കണം, അതിനൊരു രോഗാവസ്ഥ കണ്ടാലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നുമില്ല. ഇവർ കാണുന്നതെല്ലാം സത്യമാണെന്ന് അവർ പറയുന്നു. ഡോക്ടറിനും അത് വിശ്വസിച്ചേ പറ്റൂ. പക്ഷെ ഡോക്ടറിന് അറിയാം ഇത് രോഗമല്ല, അപ്പം മറ്റെന്തോ ഒരു വിഷയമാണ്. അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്, നിങ്ങളുടെ വിശ്വാസപ്രകാരം എന്തെങ്കിലും ചെയ്യൂ, ഇതിപ്പോൾ നമുക്ക് മരുന്ന് കൊടുത്തൊന്നും മാറ്റാൻ പറ്റുന്നില്ല. എങ്കിലും ചെന്നതിൻ്റെ പേരിൽ എന്തോ ചെറിയ 1-2 മരുന്ന്. അതായത് ഇവർക്ക് ഉറക്കമില്ല, രാത്രിയും പകലും ഇവരിങ്ങനെ ഒരേ കണക്ക് ഈ വട്ടത്തിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ അതിനു വേണ്ടി ഗുളിക കൊടുത്തു. പക്ഷെ ഇവര് കൊന്നു കളഞ്ഞ ഗുളിക കഴിക്കില്ല. എൻ്റെ അടുത്ത് വരുമ്പോൾ പറയുന്നത് ഈ ഇവരുടെ ബന്ധുക്കൾ, അതായത് ഈ 2 മക്കൾ ഒഴിച്ച് ബാക്കി ബന്ധുക്കളെല്ലാം ഇവരുടെ ശത്രുക്കളാണ്. ഇവരെല്ലാവരും കൂടെ അറിഞ്ഞിട്ടാണ് എൻ്റെ കുട്ടികളെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ ആളിനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്, ആ വന്ന് കൊല്ലാൻ വരുന്നു എന്നൊക്കെ പറയുന്നത്. എന്നോട് വന്ന് പറഞ്ഞ കാര്യം, ഞാനത് എൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ അവരുടെ ഭാഗം നിന്ന് തന്നെ സംസാരിച്ചു. അവർ പറയുന്നതൊക്കെ ശരിയാണെന്ന് ഞാൻ ബന്ധുക്കളോട് നേരത്തെ പറഞ്ഞിരുന്നു. എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അവർ ചിലപ്പോൾ എൻ്റെ അടുത്തും വരില്ല. അതുകൊണ്ട് അവർ പറയുന്നത് ഞാനത് അംഗീകരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഞാൻ നിങ്ങളെയൊക്കെ അവരുടെ മുന്നിലിരുത്തി നിങ്ങളൊക്കെ ഞാൻ കുറ്റം പറയും എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു നിലപാടെടുത്തപ്പോൾ എന്നിലൊരു വിശ്വാസമുണ്ടായി. അപ്പോഴാണ് അറിയുന്നത് ഇവർ പല പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. കാരണം ഈ ഇവരുടെ കുട്ടികളെ ഉപദ്രവിക്കാൻ ഇങ്ങനെ ഒരാൾ വരുന്നു, കമ്പ് കൊണ്ടുവരുന്നു, പൈപ്പ് കൊണ്ടുവരുന്നു, പിച്ചാത്തി കൊണ്ടുവരുന്നു. ഇവരും അതുപോലെയൊക്കെ സംഘടിച്ചു വെച്ചിട്ടുണ്ട്. വരുമ്പോൾ നിവൃത്തിയില്ല, ബന്ധുക്കൾ ആരും ഇടപെടുന്നില്ല, പരിചയക്കാരും ഇടപെടുന്നില്ല, മറ്റുള്ളവരാരും ഇടപെടുന്നില്ല. അപ്പൊ എൻ്റെ കുട്ടികളെ രക്ഷിക്കാരുമില്ല. ഇവർ നേരെ പോലീസ് സ്റ്റേഷനിൽ പോകും. പോലീസ് സ്റ്റേഷനിൽ അവിടെ നിന്നുകൊണ്ട് അഡ്രസ്സും എല്ലാം കൃത്യം പറഞ്ഞു കൊടുക്കുകയാണ്. പോലീസുകാർ നേരെ വീട്ടിൽ വിളിക്കും. വീട്ടിൽ വിളിക്കുമ്പോൾ ഇവരെല്ലാവരും കൂടെ വണ്ടി പിടിച്ച് അവിടെ പോയി വണ്ടിയിൽ കയറ്റി നേരെ വീട്ടിൽ കൊണ്ടുവരും. വീണ്ടും അടുത്ത ദിവസം ഇവർ വീണ്ടും നേരെ സ്റ്റേഷനിലേക്ക് വരും. അപ്പൊ അവർ എൻ്റെ അടുത്ത് പറയുന്നത്, എന്നെ സഹായിക്കാൻ ആരുമില്ല, ഞാൻ പറഞ്ഞിട്ട് വീട്ടുകാർക്ക് അത് വിശ്വാസം വരുന്നില്ല, വീട്ടുകാർക്ക് ഒരു വിശ്വാസം വരുന്നില്ല, പിന്നെ പോലീസ് മാത്രമേ ഉള്ളൂ എനിക്കൊരു രക്ഷ, അതുകൊണ്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്. അതുകൊണ്ട് പിന്നെ സ്ഥിരമായിട്ട് ചെന്ന പോലീസുകാർക്ക് മനസ്സിലായി പ്രശ്നമാണെന്ന്. അങ്ങനെ എൻ്റെ അടുത്ത് വന്നു. അതിന് ഇപ്പോൾ ഒരു 2-3 മാസത്തോളം ആകുന്നു. അത് ഞാനത് ഒഴിവാക്കിയെന്ന് വെച്ചാൽ ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഇപ്പം എല്ലാവരോടും സംസാരിക്കും. അങ്ങനെ ഒരാൾ മക്കളെ ഉപദ്രവിക്കാൻ വരുന്നില്ല, അങ്ങനെയൊക്കെയുള്ളൊരു ബോധം അവരുടെ മനസ്സിലേക്ക് ഉണ്ടായി. പൂർണ്ണമായും മാറിയില്ല എങ്കിൽ പോലും ഈ ഒരു 3 മാസം കൊണ്ടൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടായെന്ന് വീട്ടുകാരൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു. ഇപ്പം പഴയ വല്ല ബുദ്ധിമുട്ടില്ല, ഉറങ്ങുന്നുണ്ട്, ആഹാരം കഴിക്കുന്നുണ്ട്. ആ ഒരു അവർക്കുണ്ടായ ഒരു അനുഭവം, അതായത് അവര് മാത്രം കാണുന്ന ഒരു കാഴ്ച, സ്വന്തം മക്കളെ ഉപദ്രവിക്കാൻ വരുന്ന, അതായത് വെട്ടിക്കൊല്ലാൻ വരുന്ന മറ്റൊരു ആള്, ആ ആളിനെ ഇപ്പോൾ എന്തായാലും അവരുടെ കണ്ണിലേക്ക് വരുന്നില്ല, അവർ സ്റ്റേഷനിലേക്ക് പോകുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക്. പക്ഷെ ക്രമേണ ഒരു 5-6 മാസം കൊണ്ടേ പൂർണ്ണമായും നമുക്കിത് എടുക്കാൻ സാധിക്കുള്ളൂ. ആ ഒരവസ്ഥ അവർക്കുണ്ടാകുന്നു. ശരിക്കും അവരുടെ വീട്ടിൽ നിന്നുമൊക്കെ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരൊക്കെ എന്നെ വിളിച്ചിട്ട് ഒരുപാട് മാറ്റമുണ്ട്, മാറ്റങ്ങളെ കുറിച്ചൊക്കെ അവർ സന്തോഷമായി പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. കാരണം ഒരു കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, കുട്ടികൾക്ക് പുറത്തോട്ടിറങ്ങാൻ പറ്റുന്നില്ല, സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. അതായത് സ്കൂളിൽ പോയി അവിടെയും വരുമെന്ന് പറഞ്ഞിട്ട് ഒരു വിധത്തിൽ പോകാൻ സമ്മതിക്കുക. അവർ സ്കൂളിലൊക്കെ പോകുന്നത് ഒരുപാട് ബുദ്ധിമുട്ടിയാണ്. ഞാൻ പറയുന്നില്ല കാര്യങ്ങളൊക്കെ, അത്ര ബുദ്ധിമുട്ട് ആ വീട്ടിലുണ്ടാകുന്നു. ഒരു ബന്ധുവിന് ആ വീട്ടിൽ വന്ന് കയറാൻ സമ്മതിക്കില്ല. വരുന്നവരെല്ലാം ഇവർക്ക് ശത്രുക്കളാണ്. പക്ഷെ ഇപ്പോൾ അതിനെല്ലാം മാറ്റം വന്നു, വളരെ നല്ല അവസ്ഥയിലേക്ക് പോകുന്നു. പക്ഷെ പൂർണ്ണത വരുന്നത് എങ്ങനെ പോലും 5-6 മാസം കൊണ്ട് മാത്രമേ പൂർണ്ണമായും നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റൂ. പക്ഷെ ഇപ്പോൾ തന്നെ ഏകദേശം 70% അവരുടെ അവസ്ഥ, അതായത് ഈ പ്രധാനപ്പെട്ട ഈ ഒരു കാഴ്ച അവരുടെ ഉൾക്കണ്ണിൽ നിന്നും മാറിക്കഴിഞ്ഞു. ഇപ്പം അങ്ങനെയൊന്നുമില്ല എന്നാണ് തീർത്തും എനിക്ക് മനസ്സിലാക്കില്ല. അതാണ് പരമമായ സത്യവും. എന്തായാലും ഞാനിത് നിങ്ങളോട് അവതരിപ്പിച്ച കാര്യം, നമുക്കൊക്കെ ഉണ്ടാകുന്ന ചില അവസ്ഥകൾ, ചില ആൾക്കാർ ഇങ്ങനെ പറയും, ഇതുപോലെ നമ്മളാരും കാണാത്ത കാഴ്ചകൾ പലരും കാണും, നമ്മളാരും കാണാത്ത സ്വപ്നങ്ങൾ പലരും കാണും. നമ്മൾ തുടക്കം തന്നെ അതിനെ കളിയാക്കി തള്ളിക്കളയരുത്. അങ്ങനെ കളിയാക്കി തള്ളിക്കളയുമ്പോൾ അവർക്കത് പിന്നെ ഒരു പ്രചോദനമായി മാറും. കാര്യം അവരെ ആരും സഹായിക്കുന്നില്ല. ഈ അമ്മയ്ക്കും തോന്നലതാണ്. ഞാൻ പറഞ്ഞ കാര്യം എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് സാർ, ഞാൻ കണ്ണാൽ കാണുന്നുണ്ട്. ഇത്രയും നാള് ഞാൻ ഉറക്കമൊഴിഞ്ഞ് കാത്തിരുന്നത് കൊണ്ടാണ് എൻ്റെ മക്കളുടെ ജീവൻ നിലനിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിനു മുമ്പ് എൻ്റെ മക്കളെ വെട്ടിക്കൊന്നു കളയും. ഇവരാരും സഹായിക്കാത്തതുകൊണ്ടാണ് ഞാൻ സ്റ്റേഷനിൽ പോകുന്നത്. ഇത് തുടക്കം തന്നെ ഇങ്ങനൊരു ആൾക്കൊരു അവസ്ഥ വരുമ്പോൾ നമ്മളതിനെ ചിരിച്ച് തള്ളിക്കളയാതെ വേണ്ടുന്ന വിധത്തിലുള്ള ചികിത്സയാണെങ്കിൽ ചികിത്സ, അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക ഇതേ കണക്കുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് പൂജയോ കർമ്മങ്ങളോ വഴിപാടുകളോ നടത്തി മാറ്റണമെന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മുടെ ബുദ്ധിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് കണ്ടുപിടിച്ച് നമ്മൾ മാറ്റുക. അല്ല നമുക്കിതിലൊന്നും വിശ്വാസമില്ല, അതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്കോ എൻ്റെ മക്കൾക്കോ എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ മറ്റു ബന്ധുക്കൾക്കോ ഇങ്ങനെ വന്നാൽ അതും ഞാൻ വിശ്വസിക്കില്ല എന്നുള്ള നിലപാട് അത്ര നല്ലതല്ല. കാരണം ഈ കേസിലും അങ്ങനെ ഒരു വിഷയം ഉണ്ടായത് കൊണ്ടാണ് ഇത് ഇത്രയേറെ രൂക്ഷമായൊരു അവസ്ഥയായിപ്പോയത്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 നിബന്ധനകൾ ഉണ്ടായിരിക്കും.
അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഭൂമിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനോ എന്തെങ്കിലും ദോഷങ്ങൾ, വാസ്തുദോഷം, ഭൂമിദോഷം അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ട്, അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ ഞാൻ അവിടെ വന്ന് നേരിട്ട് കണ്ട് അതിനുള്ള പരിഹാര മാർഗങ്ങളും സമയക്രമം അനുസരിച്ച് ഞാൻ ചെയ്തു തരാം. എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. അത് ഞാൻ തിരുവനന്തപുരം ജില്ലയിലാണുള്ളത്. അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം വരിക. എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടി എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനം ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.